ബോയ്ക്കോട്ട് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗുകൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വേൾഡ് കപ്പ് ബോയ്ക്കോട്ട് ചെയ്യാനുള്ളൊരു ആഹ്വാനം ഇത്രയും വ്യാപകമായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രധാന കാരണം പൊളിറ്റിക്കലാണ്. ഒരു രാജ്യത്തിൻ്റെ മേധാവിയെ പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ കൊണ്ടുപോകണം, അത് ലൈവായിട്ട് ലോകത്തെ കാണിക്കാൻ. അതായത് ലോകം മുഴുവൻ എൻ്റെ കയ്യിലാണ്, എൻ്റെ കൈപ്പിടിയിലാണ്, ലോകത്തെ വിഴുങ്ങാൻ മാത്രം ശേഷിയുള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന്. എന്നിട്ട് പുള്ളിക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വേണമെന്ന്. അത് വേറെ കാര്യം. 16,800 ടിക്കറ്റുകളാണ് ഒരൊറ്റ രാത്രിയിൽ എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. ഫിഫ ആകെ ബേജാറായിപ്പോയി. അങ്ങനെ അടിയന്തര മീറ്റിംഗ് വിളിച്ച് എങ്ങനെ പ്രശ്നം പരിഹരിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഏത് സമയത്തും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നൊരു മെസ്സേജ് അവിടുത്തെ പ്രക്ഷോഭകർക്ക് US കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിട്ട് ഈ പ്രക്ഷോഭങ്ങൾ പുറത്ത് അറിയാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതായത് ലോകത്ത് യുദ്ധം വേണോ സമാധാനം വേണോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ലോക പോലീസായിട്ട് ഇപ്പോഴും അമേരിക്ക നിൽക്കുകയാണ്. അതിനുവേണ്ടി ആ ലോക പോലീസ് പട്ടം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദുർബലരായ ഭരണാധികാരികളെ എന്ത് ചെയ്യുന്നത്, അന്തിക്കന്തിക്ക് പിടിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യം. ആ രാജ്യത്തിനെതിരെ ഏത് രാജ്യം വന്നാലും ഇവിടുത്തെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിൽക്കും. ഫിഫ വേൾഡ് കപ്പ് സമാധാനപരമായി നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം, അതായത് പന്ത് ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ട്രംപിൻ്റെ കയ്യിലാണ്. അപ്പോൾ ട്രംപിന് തീരുമാനിക്കാം വേൾഡ് കപ്പ് സമാധാനത്തോടു കൂടെ നടക്കണോ വേണ്ടയോ എന്ന്. നമസ്കാരം. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോൾ വേൾഡ് കപ്പ് വീണ്ടും നമ്മുടെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ അർജൻറ്റീന കപ്പടിച്ചതും അതിൻ്റെ ആഘോഷങ്ങളൊന്നും മലയാളികൾ ഇപ്പോഴും മറന്നിട്ടില്ല. പക്ഷേ ഈ വേൾഡ് കപ്പ് അടുത്ത ജൂണിൽ നടക്കാനിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് കുറേ വിവാദങ്ങൾ ഇപ്പോൾ ലോക വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഏവർക്കും സ്വാഗതം. നിങ്ങളൊരു അർജൻറ്റീന ഫാനായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. മെസ്സി ഒരുപാട് കാലത്തിന് ശേഷം കപ്പടിച്ചു. മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ആവും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം വീണ്ടും കളിക്കുന്നുണ്ട്. അതേപോലെ ആകാംക്ഷാപൂർവ്വം ഉറ്റുനോക്കുന്ന ഒരു വേൾഡ് കപ്പ് കൂടിയാണ്. അമേരിക്കയാണ് ഇതിന് ആതിഥ്യം വഹിക്കുന്നത്. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ആണ്. പക്ഷേ ഇപ്പോൾ വരുന്ന പുതിയ വാർത്തകൾ അമേരിക്കയുടെ പുതിയ മറ്റ് രാജ്യങ്ങളിലേക്കുള്ള അധിനിവേശവും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ ആരാധകർ അവരെടുത്ത ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരുപാട് അതിൻ്റെ എണ്ണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫിഫയൊക്കെ ഭയങ്കര ആശങ്കപ്പെട്ടിട്ട് അതിൻ്റെ വാർത്തകളൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി എന്താണ് ഫുട്ബോളും അമേരിക്കയുടെ രാഷ്ട്രീയം, പൊളിറ്റിക്സും ലോക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പൊളിറ്റിക്കലായിട്ടുള്ള കുറേ കണക്ഷൻസ് ഇതിനകത്തുണ്ട്. അതായത് ഒരു പ്രധാനപ്പെട്ട കാര്യം, 2026 ജൂൺ മാസത്തിലാണ് വേൾഡ് കപ്പ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. ലോകം മുഴുവൻ വേൾഡ് കപ്പിന് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞത് ഖത്തറിൽ വളരെ ഗംഭീരമായിട്ട് അവസാനിച്ച വേൾഡ് കപ്പാണ്. അത് അമേരിക്കയിലേക്കും മെക്സിക്കോയിലേക്കും കാനഡയിലേക്കും പോയി. ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേൾഡ് കപ്പ് നടത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ തന്നെയാണിത്. പക്ഷേ ഈ അടുത്തായിട്ടുള്ള അമേരിക്കയുടെ ചില നയങ്ങൾ, അതാണ് ഈ പുതിയ വിവാദങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ബോയ്ക്കോട്ട് വേൾഡ് കപ്പ് എന്ന് പറഞ്ഞിട്ട് ഹാഷ്ടാഗുകൾ വ്യാപകമായിട്ട് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് വേൾഡ് കപ്പ് ബോയ്ക്കോട്ട് ചെയ്യാനുള്ളൊരു ആഹ്വാനം ഇത്രയും വ്യാപകമായിട്ട് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ ഒരു പ്രധാന കാരണം പൊളിറ്റിക്കലാണ്. അത് ഈ ട്രംപ് നേതൃത്വം നൽകുന്ന വലതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റാണ്. അത് പ്രധാനമായിട്ടും ട്രംപിൻ്റെ വിദേശകാര്യ നയം അതിൽ ഒരു പ്രധാന ഘടകമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ. ഇപ്പോൾ വെനസ്വേലയിലെ പ്രസിഡന്റിനെ അർദ്ധരാത്രി കൊണ്ടുപോയി പിടിച്ചുകൊണ്ട് പോകുന്നു. ഇപ്പോൾ ഇറാൻ ഇറാനിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതിലും ഒരു സൈഡിൽ അമേരിക്ക ഉണ്ട്. അതായത് വെനസ്വേലൻ പ്രസിഡന്റ്, ഇപ്പോൾ വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ആ രാജ്യത്ത് ആ പ്രസിഡന്റ് ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ സ്വാതന്ത്ര്യം കൊടുത്തിട്ടില്ല എന്നൊക്കെ അഭിപ്രായം പലർക്കുണ്ട്. പക്ഷെ എന്ന് കരുതി ഒരു രാജ്യത്തിൻ്റെ മേധാവിയെ പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ ഇരുട്ടിൻ്റെ മറവിൽ കൊണ്ടുപോകണം, അത് ലൈവായിട്ട് ലോകത്തെ കാണിക്കാൻ. അതെന്തിനു വേണ്ടിയിട്ടാണ്? അത് ക്യൂബ പോലെയുള്ള ഈ അമേരിക്കക്കെതിരെ നിൽക്കുന്ന രാജ്യങ്ങളെ പീഡിപ്പിക്കാനുള്ളൊരു നീക്കമാണ്. അതായത് ലോകം മുഴുവൻ എൻ്റെ കയ്യിലാണ്, എൻ്റെ കൈപ്പിടിയിലാണ്, ലോകത്തെ വിഴുങ്ങാൻ മാത്രം ശേഷിയുള്ള
ഒരു രാജ്യമാണ് അമേരിക്ക എന്ന്. എന്നിട്ട് പുള്ളിക്ക് സമാധാനത്തിലുള്ള നോബൽ സമ്മാനം വേണമായിരുന്നു. അത് വേറെ കാര്യം. ലോകത്ത് മുഴുവൻ സമാധാനക്കേടുണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെ ഇത്, അതായത് ട്രംപിൻ്റെ ഈ തീവ്ര വലതുപക്ഷ നയങ്ങൾ, അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധം എന്നുള്ള നിലക്കാണ് ഈ ബോയ്ക്കോട്ട് വേൾഡ് കപ്പ് വരുന്നത്. അപ്പോൾ 16,800 ടിക്കറ്റുകളാണ് ഒരൊറ്റ രാത്രിയിൽ എന്ത് ചെയ്യുന്നത്, ക്യാൻസൽ ചെയ്യപ്പെടുന്നത്. ഫിഫ ആകെ ബേജാറായിപ്പോയി. അങ്ങനെ അടിയന്തര മീറ്റിംഗ് വിളിച്ച് എങ്ങനെ പ്രശ്നം പരിഹരിക്കണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇനി ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ എങ്ങനെ ടിക്കറ്റ് വിൽക്കുക എന്നുള്ളതാണ് പുതിയ ഗവേഷണം. അതായത് ലോകത്ത് ഒരു വേൾഡ് കപ്പ് നടന്നപ്പോഴും ഇല്ലാത്ത ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലും നടക്കുന്ന ഈ 2026 ജൂണിലെ വേൾഡ് കപ്പിൽ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇറാൻ്റെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ പ്രതിഫലിക്കുന്നുണ്ടാവും അല്ലേ? അതെ, ഇറാനിലെ ആഭ്യന്തര സംഘർഷങ്ങളും മുതലെടുക്കാനുള്ള ഒരു ശ്രമം US നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മരണസംഖ്യ പെരുപ്പിച്ച് പറയുന്നു. എത്ര പേർ മരിച്ചു എന്നറിയില്ല. ഇറാനിൽ ആഭ്യന്തര സംഘർഷമുണ്ട്, അവിടുത്തെ സാമ്പത്തിക തകർച്ചയും അതുപോലെ തന്നെ അവിടുത്തെ പണപ്പെരുപ്പവും. സംഘപരിവാർ പ്രൊഫൈലുകൾ മാപ്പിളാരെ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ സേവ് ഗസ എന്ന് പറയുന്ന പോലെ സേവ് ഇറാൻ എന്നൊന്നും പറയുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അവിടുത്തെ ആഭ്യന്തര സംഘർഷങ്ങളിൽ പിന്നെ ഇടപെടാതിരിക്കുക എന്നുള്ളത് അതൊരു പരമാധികാര രാജ്യമാണ്. അല്ല, ഇവരെ വിചാരം ഇതൊക്കെ ഒന്നാണെന്ന് വിചാരിച്ചിരിക്കുക. ഗസയിലെ ഗസ എന്ന് പറയുന്നത് ഒരു പരമാധികാര റിപ്പബ്ലിക് അല്ല. അത് ഒരു സാങ്കല്പികമായ തുരുത്ത് മാത്രമാണ്. പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രസങ്കല്പത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു തുരുത്താണ്. അവിടെ ഏകപക്ഷീയമായി നടക്കുന്ന ഒരു ആക്രമണത്തെ നമ്മളൊരിക്കലും ഒരു രാജ്യത്തെ ആഭ്യന്തര സംഘർഷവുമായിട്ട് കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല. ഇത് രണ്ടാണ്. അത് വിവരക്കൂട് കൊണ്ട് പറയുന്നത്. ഇവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാനിൽ വിഷയങ്ങളുണ്ട്, ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്, ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭമുണ്ട്. അതിൻ്റെ പിന്നിൽ അമേരിക്ക പ്രവർത്തിക്കുന്നുണ്ട്. ഏത് സമയത്തും നിങ്ങളെ സഹായിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്നൊരു മെസ്സേജ് അവിടുത്തെ പ്രക്ഷോഭകർക്ക് US കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ഇൻ്റർനെറ്റ് കണക്ഷൻ വിച്ഛേദിച്ചിട്ട് ഈ പ്രക്ഷോഭങ്ങൾ പുറത്ത് അറിയാതിരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇതൊക്കെ വാസ്തവമാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഈ വെനസ്വലൻ പ്രസിഡന്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പം നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കും. ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് നമുക്ക് ഒരുപാട് വിയോജിപ്പുണ്ട്. ഒരു പ്രതിപക്ഷത്ത് നിൽക്കുന്ന കക്ഷികൾക്ക് വിയോജിപ്പുകളുണ്ട്. ഇവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നുണ്ട്, ഗവൺമെൻറ്റിനെതിരെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ നരേന്ദ്രമോദിയെ പിടിച്ചിട്ട് ഇയാൾ കൊണ്ടുപോകുന്ന നമുക്ക് സങ്കല്പിക്കാൻ പറ്റും. അത് നമ്മുടെ പരമാധികാരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇടപെടലാണ്. അപ്പോൾ ഇങ്ങനെ ലോകത്തെ പല രാജ്യങ്ങളിലും US ഇടപെടുകയും അവിടെ സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യാണ്. ഇപ്പം ഇതിൻ്റെ ഫലം എന്താണ്? ഇപ്പോൾ സൗദി അറേബ്യയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് വന്നിട്ടുണ്ട്. അതായത് സൗദിയുടെ ആകാശങ്ങൾ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അമേരിക്കൻ ബേസുകൾ എന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലാണ്, പ്രത്യേകിച്ചും ഖത്തർ പോലെയുള്ള ബേസുകൾ. അവിടെ നിന്ന് ആക്രമിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഇറാൻ അതിന് തിരിച്ചടി കൊടുക്കും. എവിടേക്കാണ് കൊടുക്കുക? ഖത്തറിലോട്ട് കൊടുക്കും. ഖത്തറിലേക്ക്, അതായത് അമേരിക്കൻ ബേസുകൾ ആക്രമിക്കുന്നു പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങൾക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ ഗൾഫിലെ മുഴുവൻ ബേസുകൾ ഞങ്ങൾ ആക്രമിക്കുന്നതാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ വീണ്ടും ഈ മധ്യേഷ്യയെ സംഘർഷത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ യുദ്ധമുഖത്തേക്ക് കൊണ്ടുപോകുന്ന ഈ ട്രംപിൻ്റെ നടപടി. അല്ല, ഈ ഖത്തറിലോട്ട് ഇസ്രായേലിനൊരു ആക്രമണം വന്നു, പക്ഷെ അത് നൈസായിട്ട് ട്രംപ് മുക്കി കളഞ്ഞു. ഞാൻ അറിഞ്ഞില്ല എന്നോ, ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ അറിഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ അത് മനസ്സിലാക്കണം. അതായത് ലോകത്ത് യുദ്ധം വേണോ സമാധാനം വേണോ എന്ന് ഞാൻ തീരുമാനിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ലോക പോലീസായിട്ട് ഇപ്പോഴും അമേരിക്ക നിൽക്കുകയാണ്. അതിനുവേണ്ടി ആ ലോക പോലീസ് പട്ടം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദുർബലരായ ഭരണാധികാരികളെ എന്ത് ചെയ്യുന്നത്, അന്തിക്കന്തിക്ക് പിടിക്കുന്നത്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ രാജ്യമാണ്. ഇപ്പം ഇന്ത്യക്കെതിരെയും എന്തുണ്ട്, ട്രംപ് പല സ്റ്റേറ്റ്മെൻറ്റുകളും പലപ്പോഴായി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പരമാധികാര രാജ്യം, ആ രാജ്യത്തിനെതിരെ ഏത് രാജ്യം വന്നാലും ഇവിടുത്തെ എല്ലാ മനുഷ്യരും ഒറ്റക്കെട്ടായി നിൽക്കും. അപ്പോൾ യുഎസിനൊരിക്കലും ഇറാൻ പോലെയുള്ളൊരു അത്രയും ഭദ്രമായിട്ടുള്ള രാജ്യത്ത് പെട്ടെന്നൊരു അറ്റാക്ക് നടത്താൻ കഴിയില്ല. അത് തീർച്ചയായിട്ടും അവിടുത്തെ ജനതയെ ഒന്നിപ്പിക്കും. അവിടുത്തെ പ്രക്ഷോഭങ്ങൾ സ്വാഭാവികമായിട്ടും അടങ്ങും. ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടത് മാറും. അത് വിഡ്ഢിത്താണ്. അപ്പോൾ ഇവിടെ ഫിഫ വേൾഡ് കപ്പ് സമാധാനപരമായി നടക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം, അതായത് പന്ത് ഇപ്പോൾ ആരുടെ കയ്യിലാണ്? ട്രംപിൻ്റെ കയ്യിലാണ്. അപ്പോൾ ട്രംപിന് തീരുമാനിക്കാം വേൾഡ് കപ്പ് സമാധാനത്തോടു കൂടെ നടക്കണോ വേണ്ടേ എന്നുള്ളത്. വേൾഡ് കപ്പ്
ലോകത്തിലുള്ള എല്ലാ ഫുട്ബോൾ പ്രേമികളുടെയും ഒരു വികാരമാണ്. നമ്മളെ ഇന്ത്യയിൽ നിന്ന് അധികം ആളുകൾ പോയി നേരിട്ട് കാണുന്നില്ലെങ്കിലും കഴിഞ്ഞ ഖത്തറിൽ നടന്നപ്പോൾ എല്ലാവരും പോയി കണ്ടു, നേരിട്ട് കണ്ടു. ഇപ്പോൾ അമേരിക്കയിൽ അത്രത്തോളം പോകുന്നുണ്ടാവില്ല, എന്നാലും അതൊരു ഹൃദയവികാരമാണ്. നമ്മൾ ഈ അർദ്ധരാത്രി ആയാലും ഏത് സമയത്തായാലും അത് ലൈവായിട്ടൊക്കെ കാണും. അത് നമ്മൾ മലയാളികളൊക്കെ ഒരു 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 എന്താ പറയുക, അത്രക്കും മുഹബത്താണ് ആ ഫുട്ബോളിനോടും വേൾഡ് കപ്പിനോടൊക്കെ. അപ്പോൾ അത് വൃത്തിയായി നടക്കാനുള്ള ഒരു സാഹചര്യം വീണ്ടും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. താങ്ക് യു.